നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു പഴയ പടക്കുതിരയാണ് ഇത്. ഒരു ഏഷ്യൻ രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച ഫൈറ്റർ ജെറ്റ്. ആ ഏഷ്യൻ രാജ്യവും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. വ്യോമയാന മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടണമെന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം. 1960കളുടെ തുടക്കകാലം. ഇന്ന് 6ാം തലമുറ യുദ്ധവിമാനമൊക്കെ സ്വന്തമായി നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുന്ന ചൈന പോലും ഈ മേഖലയിൽ പിച്ചവെച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലം. അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ മനസ്സിലുദിച്ച ഒരാശയമായിരുന്നു ഈ ഒരു യുദ്ധവിമാനത്തിൻ്റെ പിറവിക്ക് കാരണമായത്. ചൂണ്ടിക്കാണിക്കപ്പെടാൻ കുറ്റങ്ങളും കുറവുകളും ഏറെ ഉണ്ടായിരുന്നിട്ടും ഈ യുദ്ധവിമാനം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കാഴ്ചവെച്ച പ്രകടനം ഏതൊരു ഇന്ത്യക്കാരനെയും ഹരം കൊള്ളിക്കുന്നത് തന്നെയാണ്. വിശദമായി തന്നെ പരിചയപ്പെടാം തേജസിൻ്റെ ഈ മുൻഗാമിയെ. സ്വാതന്ത്ര്യം ലഭിച്ച് കഷ്ടിച്ചൊരു പതിറ്റാണ്ട് കഴിയുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു ഉദ്യമത്തെക്കുറിച്ച് ചിന്തിച്ച് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിക്കുകയായിരുന്നു. അക്കാലത്ത് ഇന്ത്യ വിമാന നിർമ്മാണത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യയുടെ ബാലപാഠം പോലും തൊട്ടറിഞ്ഞിട്ടില്ലായിരുന്നു. ഈയൊരു കുറവ് നികത്താനായി ജർമ്മൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായിരുന്ന കുർട്ട് ടാങ്കിന്റെ സേവനം ഇന്ത്യ തേടുകയായിരുന്നു. ഇദ്ദേഹം 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്ക് വേണ്ടി ലുഫ്റ്റ്വാഫെ എയർക്രാഫ്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്ത വ്യക്തിയായിരുന്നു. ഇന്ത്യ സ്വന്തമായ ഒരു യുദ്ധവിമാനം നിർമ്മിക്കാൻ പദ്ധതിയിട്ട അക്കാലത്ത് കുർട്ട് ടാങ്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലം. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം. അവിടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാമിൻ്റെയുമൊക്കെ ഡിസൈനിൽ പ്രവർത്തിച്ചിരുന്ന കുർട്ട് ടാങ്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അന്ന് HAL ചില ട്രെയിനർ എയർക്രാഫ്റ്റുകളൊക്കെ നിർമ്മിച്ചിരുന്ന കാലമായിരുന്നു. അതുതന്നെ പഴയകാലത്തെ പിസ്റ്റൺ എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്നവ. ഇതിൻ്റെയൊക്കെ പരമാവധി വേഗത എന്ന് പറയുന്നത് തന്നെ മണിക്കൂറിൽ 200 കിലോമീറ്ററൊക്കെയാണ്. ആ ഇടയ്ക്കാണ് ഇന്ത്യ ഗവൺമെൻറ് ശബ്ദത്തിൻ്റെ 2 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള വിമാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ച് കോമ്പാറ്റ് മിഷനുകൾ നടത്താൻ പ്രാപ്തിയുള്ള ഒരു എയർഫ്രെയിം നിർമ്മിക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം. പിന്നീട് ഇതിന് പറ്റിയ ഒരു എഞ്ചിനും വികസിപ്പിച്ചെടുക്കുക. അങ്ങനെ ആദ്യ പ്രോട്ടോടൈപ്പായി വികസിപ്പിച്ചെടുത്ത മോഡല് തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലൈഡറായിരുന്നു. ഇതിന് X241 എന്നാണ് പേര് കൊടുത്തിരുന്നത്. ഇതിൽ ഘടിപ്പിക്കാനുള്ള എഞ്ചിനൊന്നും അന്ന് റെഡിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഡഗ്ലസ് ഡക്കോട്ട മാർക്ക് 4 വിമാനം ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ആകാശത്തേക്ക് പറത്തിയത്. അതിനുശേഷം 1961 ജൂണിലായിരുന്നു പ്രോട്ടോടൈപ്പ് സ്വന്തമായി എഞ്ചിൻ ഫിറ്റ് ചെയ്ത് ആകാശത്തേക്ക് പറന്നത്. ബ്രിട്ടന്റെ ഓർഫിയസ് 703 ടർബോജെറ്റ് എഞ്ചിനാണ് ഇതിന് ഉപയോഗിച്ചത്. ഇതൊരു ഇരട്ട എഞ്ചിൻ വിമാനമായിരുന്നു. ഇതിന്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് 21.6 കിലോ ന്യൂട്ടൺ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിരുന്ന വേഗതയൊന്നും ഇതിന് കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശബ്ദത്തിന്റെ ഇരട്ടി വേഗത പോയിട്ട് ശബ്ദവേഗതയുടെ തൊട്ടടുത്തെത്താൻ മാത്രമേ ഇതിന് കഴിഞ്ഞിരുന്നുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് ആദ്യമേ തന്നെ ഈ വിമാനത്തിൽ വലിയ മതിപ്പൊന്നും തോന്നിയിരുന്നില്ല. എങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ഇതിന്റെ 60 എണ്ണം നിർമ്മിക്കാനുള്ള ഓർഡർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയിരുന്നു. അങ്ങനെ ഏപ്രിൽ 1, 1967 ഈ വിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. HF-24 മാരുത്ത് അഥവാ ഹിന്ദുസ്ഥാൻ ഫൈറ്റർ 24 മാരുത്ത് എന്നാണ് ഈ വിമാനത്തിന് പേരിട്ടത്. മാരുത്ത് എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ആത്മാവ്. വിമാനം ഇന്ത്യൻ വായുസേനയുടെ ഭാഗമായി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഭാഗമായ ലോങ്കേവാല യുദ്ധത്തിലാണ് ശരിക്കും ഈ വിമാനങ്ങളുടെ മാറ്റ് ഉരയ്ക്കപ്പെട്ടത്. കിഴക്കൻ അതിർത്തിയിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തിയിൽ യുദ്ധം മുറുകിയപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറേ അതിർത്തി പിടിച്ചടക്കുക എന്ന പാകിസ്ഥാന്റെ തന്ത്രമായിരുന്നു ലോങ്കേവാല യുദ്ധത്തിന് പിന്നിൽ. ഏകദേശം 40ഓളം ടാങ്കുകളുടെ അകമ്പടിയോടെ 3000ഓളം പാകിസ്ഥാൻ സൈനികർ ലോങ്കേവാല പോസ്റ്റ് ആക്രമിക്കുകയായിരുന്നു. ഇന്ത്യൻ ഭാഗത്തു നിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ ഭാഗത്തു നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഉണ്ടായത്. 3000ഓളം വരുന്ന പാകിസ്ഥാൻ സൈനികരെ പ്രതിരോധിച്ചത് 120ഓളം ഇന്ത്യൻ സൈനികരും 10 ഒട്ടകങ്ങളും ചേർന്നായിരുന്നു. അന്നൊക്കെ രാജസ്ഥാൻ പോലുള്ള യുദ്ധഭൂമിയിൽ ക്യാമൽ റെജിമെന്റുകൾ ഉണ്ടായിരുന്നു. ഇന്നവയെ വ്യാപകമായി യുദ്ധത്തിനൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും പരേഡുകളിലൊക്കെ കാണാൻ കഴിയും. നമ്മുടെ സൈനികരുടെ കൈവശം അന്ന് ഏതാനും ചില മീഡിയം മെഷീൻ ഗണ്ണുകളും
മോർട്ടാറുകളും ആന്റി ടാങ്ക് റോക്കറ്റ് ലോഞ്ചറുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ജോൻഗ എന്നറിയപ്പെടുന്ന ഈ വാഹനവും ടാങ്കുകളെ പ്രതിരോധിക്കാനുള്ളവയാണ് ഇത്. ഇവിടെ നമുക്ക് കരുത്തായത് വായുസേനയുടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടാണ്. അവർ ഉപയോഗിച്ചിരുന്നത് ഹോക്കർ ഹണ്ടർ വിമാനങ്ങളും HAL മാരുത് വിമാനങ്ങളുമായിരുന്നു. മാരുത് വിമാനങ്ങൾ പൊതുവെ ഗ്രൗണ്ട് അറ്റാക്ക് ലക്ഷ്യമിട്ട് നിർമ്മിച്ചവയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ അത് നല്ല പ്രകടനവും കാഴ്ചവെച്ചു. ഫൈറ്റർ ബോംബർ ഇനത്തിൽപ്പെട്ട മാരുത് താഴ്ന്നു പറക്കുന്നതിൽ വളരെയധികം സാമർഥ്യം കാണിച്ചിരുന്നു. ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ചിരുന്ന പാകിസ്ഥാൻ സൈനികർക്കും അവരുടെ ടാങ്കുകൾക്കുമൊക്കെ മാരുതിൽ നിന്നുള്ള കഠിനമായ ബോംബ് വർഷം ഏൽക്കേണ്ടതായി വന്നു. യുദ്ധഭൂമിയിൽ നിന്നുണ്ടായ ചൂട് മൂലം ഏതാനും ചില മാരുത് വിമാനങ്ങളുടെ ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലായിരുന്നു. എങ്കിലും ആ വിമാനങ്ങൾ മാനുവലായി നിയന്ത്രിക്കാൻ പൈലറ്റുമാർക്ക് കഴിഞ്ഞതുമൂലം അതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. മാരുത് എയർ ടു എയർ കോമ്പാറ്റിൽ അത്ര പ്രാഗൽഭ്യം തെളിയിച്ചിട്ടില്ലാത്ത വിമാനമായിരുന്നിട്ട് കൂടിയും അക്കാലത്ത് പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്ന അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമായ F-86 സാബർ അഥവാ സാബർ ജെറ്റിനെ ആക്രമിച്ച് വീഴ്ത്തുകയുണ്ടായി. ഇത് ഈ വിമാനത്തിന് ഏറെ പ്രശംസ നേടിക്കൊടുത്ത ഒരു സംഭവമായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് അക്കാലത്ത് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളും വന്നിരുന്നു. അങ്ങനെ നാട്ടുംപുറങ്ങളിലൊക്കെ സാബർ ജെറ്റിനെ സാമ്പാർ ജെറ്റ് എന്നുവരെ വിളിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. ലോങ്കേവാലയിലെ ആ യുദ്ധം 3 ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. അവിടെ അന്ന് 200ഓളം പാക് സൈനികർ കൊല്ലപ്പെടുകയും അവരുടെ 36ഓളം ടാങ്കുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. മറിച്ച് ഇന്ത്യൻ ഭാഗത്ത് 2 സൈനികർ വീരമൃത്യു വരിക്കുകയും 5 ഒട്ടകങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ആർട്ടിലറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു ജോങ്ക വാഹനവും ഒരു റീകോയിൽലെസ് റൈഫിളും മാത്രമാണ് നശിപ്പിക്കപ്പെട്ടത്. ഇത്രയൊക്കെ വീരചരിത്രം രചിച്ചിട്ടും മാരുത് വിമാനത്തിന് ഇന്ത്യൻ വായുസേനയുടെ ആത്മാവ് കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അതിന്റെ ഒരു പ്രധാന കാരണം അന്നത്തെ മുൻനിര വിമാനങ്ങളായിരുന്ന ഫാൻറ്റത്തിന്റെയോ മിഗിന്റെയോ ഒക്കെ പെർഫോമൻസിന്റെയോ കേപ്പബിലിറ്റിയുടെയോ പവറിന്റെയോ ഒന്നും അടുത്ത് ഈ വിമാനത്തിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ഈ ഒരു കുറവിനെ മറികടക്കാനായി മാരുതിന്റെ എഞ്ചിൻ ഒന്ന് പരിഷ്കരിക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം. പക്ഷേ അവിടെയും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും ബ്യൂറോക്രസിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മ കൊണ്ട് യാതൊന്നും നടന്നില്ല. അന്നത്തെ ഓർഫിയസ് എഞ്ചിനെ പരിഷ്കരിക്കാനുള്ള ഒരു പദ്ധതിയുമായി റോൾസ് റോയ്സ് കമ്പനി ഇന്ത്യയെ സമീപിച്ചിരുന്നു. പക്ഷേ ഇതിനോടൊരു അനുകൂല സമീപനമായിരുന്നില്ല ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. അതേസമയത്ത് തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എഞ്ചിൻ ഇറക്കുമതി ചെയ്യാനുള്ള ആലോചനകളും ഉണ്ടായിരുന്നു. പക്ഷേ ആലോചനകളൊക്കെ ആലോചനകളായി തന്നെ നിലനിന്നു. ഇതിനിടയിൽ GTRE നമ്മുടെ കാവേരി എഞ്ചിനൊക്കെ നിർമ്മിക്കുന്നവർ നിലവിലുള്ള ഓർഫിയസ് എഞ്ചിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ള ചില പദ്ധതികൾ ഇട്ടു. ഇത് ഏറെക്കുറെയൊക്കെ വിജയം കണ്ടെങ്കിലും ഈ മോഡിഫൈഡ് എഞ്ചിനുകൾ ഒന്നും തന്നെ HF മാരുതിന് സൂട്ടാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1974 ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തുന്നത്. ഇതോടെ ഇന്ത്യയുടെ മേൽ പാശ്ചാത്യ ഉപരോധങ്ങളുമായി. വിദേശത്ത് നിന്ന് എഞ്ചിനോ നിലവിലുള്ള എഞ്ചിൻ പരിഷ്കരിക്കുന്നതിനാവശ്യമായ സ്പെയർ പാർട്സുകളോ കിട്ടാതെയുമായി. 1980കളുടെ തുടക്കമൊക്കെ ആയപ്പോഴേക്കും HF മാരുത് എന്ന ഈ വിമാനം മറ്റു പല വിദേശ നിർമ്മിത വിമാനങ്ങൾക്കുമായി കുറേശ്ശെയായി വഴിമാറിക്കൊടുക്കുകയായിരുന്നു. കാലഹരണപ്പെട്ട വിമാനം എന്ന മുദ്ര കുത്തി ഈ വിമാനത്തിന് ഒരു നിർബന്ധിത വിരമിക്കലാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു സാങ്കേതിക ജ്ഞാനമാണ് പിന്നീട് വന്ന തേജസിന് വഴികാട്ടിയായത്. ഇന്ന് ഏതായാലും സ്വന്തമായ ഒരു വിമാന എഞ്ചിനും അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ട ടെസ്റ്റ് ബെഡും നിർമ്മിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യ എന്ന കാര്യത്തിൽ ഏവർക്കും അഭിമാനിക്കാം. ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് വിജയാശംസകൾ. ജയ് ഹിന്ദ്.